ആത്മീയ വഴികാട്ടി എന്ന ഈ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും പറയുന്നത്. റോമ 14:23 ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. എന്തുകൊണ്ടാണ് പാപമാകുന്നത്? മനസ്സിൻ്റെ നിർണയമാണ് വിശ്വാസം. ഒരു വീട് പണിയുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ വേണം. എത്രത്തോളം ഉയരത്തിലേക്ക് കെട്ടിപ്പൊക്കണമോ അത്രത്തോളം തന്നെ അതിൻ്റെ ഫില്ലറുകൾ താഴേക്ക് ചെല്ലണം, എങ്കിലേ നിലനിൽപ്പുള്ളൂ. അതുപോലെ ഏതൊന്നിനും ഉള്ളിൽ നിന്ന് കെട്ടിപ്പൊക്കണം. അടിസ്ഥാനം ഇട്ടുകൊണ്ടാണ് നാം എന്തും ചെയ്യേണ്ടത്. ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പേ അയാൾ എൻ്റെ രോഗത്തെ ചികിത്സിച്ചു മാറ്റും എന്നൊരു വിശ്വാസം ആദ്യം വേണം എന്ന് കരുതി ഒരു വ്യാജ ഡോക്ടറെ അടുത്ത് പോയിട്ട് അയാൾ എൻ്റെ രോഗം മാറ്റും എന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതിനെ അന്ധവിശ്വാസം എന്ന് പറയും. ആദ്യം ഡോക്ടറെക്കുറിച്ച് അറിയണം. അതുപോലെ ദൈവവിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ അറിയണം, ദൈവ സ്വഭാവം, അതുപോലെ തന്നെ ദൈവഹിതം, ഇതൊക്കെ അറിയണം. അതുകൊണ്ട് ദൈവത്തെ ഒരു ഗുരുവിലൂടെ കണ്ടെത്തണം. ദൈവത്തെ അന്വേഷിച്ചറിഞ്ഞ ഒരുപാട് ഗുരുക്കന്മാർ ഭാരതത്തിലുണ്ട്. അതിനുവേണ്ടി അവർ നാടും വീടും വിട്ട് ഇറങ്ങി തിരിച്ചവരാണ്. ഒത്തിരി പേരുകൾ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ദൈവം മനുഷ്യന് ദാനം ചെയ്ത ഒരേ ഒരു ഗുരുവാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനോളം തികഞ്ഞ ഒരു ഗുരുവിനെ ലോകം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ദൈവത്തിൻ്റെ വചനം ജഡമെടുത്തതാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ മനുഷ്യ മനസ്സുകളിൽ ആലേഖനം ചെയ്യാൻ ബലിയായിത്തീർന്നു. ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന ഭൂമിയിൽ അധികാരത്തോടെ നിലവിൽ വന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് മാലാഖമാർ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ യേശുക്രിസ്തുവിലൂടെ സ്ഥാപിതമായി. യുദ്ധങ്ങളില്ലാതെ, രക്തച്ചൊരിച്ചിലുകൾ കൂടാതെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി തൻ്റെ ജീവശക്തി അവിടുന്ന് സമർപ്പിച്ചു. ദൈവരാജ്യം ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും വരുവാൻ എത്രയെത്ര അത്ഭുതങ്ങൾ ദൈവം യേശുക്രിസ്തുവിലൂടെ ചെയ്യുന്നു. ദൈവരാജ്യം ഏതൊരു വ്യക്തിയുടെയും ശിരസായി തീർന്നെങ്കിൽ അവർക്ക് ഭൂമിയിൽ എന്നും സമാധാനമാണ്. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. വർഷങ്ങളായി ആസ്മയെ തുടർന്ന് ഉറക്കത്തിൽ ശ്വസനം നിന്നു പോകുന്ന അവസ്ഥ വരെ എത്തിയ എൻ്റെ രോഗത്തെ മരുന്നുകൾക്ക് പോലും മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ യേശുക്രിസ്തുവിലൂടെ പൂർണ്ണമായി സുഖപ്പെട്ട അനുഭവവും ഉണ്ട്. കർത്താവിൻ്റെ ജീവശക്തിയെക്കുറിച്ച് എത്രത്തോളം പറഞ്ഞാലും അതുകൊണ്ട് എനിക്ക് മതിയാകുകയില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിലെത്താനുള്ള മാർഗം യേശുക്രിസ്തുവിനെ ഗുരുവും കർത്താവുമായി സ്വീകരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് അവിടുന്ന് താൻ വഴിയെന്നും ഒരിടത്ത് താൻ വാതിലാകുന്നു എന്നും പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിലേക്ക് എത്താനുള്ള ഇത്രയും എളുപ്പമായൊരു മാർഗം വേറെ ഇല്ല എന്നു തന്നെ പറയാം. ഭാരതത്തിലെ യോഗിവര്യന്മാർ എത്രമാത്രം കഠിന തപസ്സിലൂടെയാണ് ദൈവത്തെ അന്വേഷിപ്പാനും അനുഭവിപ്പാനും ഇറങ്ങിത്തിരിച്ചത്. അതിനായി അവർ സകലതും ഉപേക്ഷിച്ചു. സത്യത്തിൽ ചിലരെല്ലാം ഭ്രാന്ത് പിടിച്ചവരായി. ശ്രീരാമകൃഷ്ണ പരമഹംസ, ശ്രീ വിവേകാനന്ദൻ, യോഗാനന്ദ പരമഹംസ, ശ്രീനാരായണ ഗുരു തുടങ്ങിയ ഗുരുക്കന്മാർ തിളങ്ങി നിന്നവരാണല്ലോ. അവരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടരായവരാണ്. ദ സെക്കൻഡ് കമ്മിങ് ക്രൈസ്റ്റ് എന്നൊരു ബുക്ക് യോഗാനന്ദ പരമഹംസ രചിച്ചിട്ടുണ്ട്. ഒത്തിരി മഹാന്മാർ യേശുക്രിസ്തുവിൽ ആകൃഷ്ടരാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ അനുഗാമികളുള്ളതും ഈ ഗുരുവിനാണ്. അതുമാത്രമോ, കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായതും ഈ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടാണ്. ഇന്നും അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രസകരമായ ഒരു ഭാഗമുണ്ട്.
യോഹന്നാൻ 3:16-17. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ഒരു വലിയ തെളിവാണ് തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. ഈ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നവർ അവരാണ് രക്ഷിക്കപ്പെട്ടവർ. ആ രക്ഷ നീതിയും സമാധാനവും ആണ്. ഏതൊരു മനുഷ്യനോടും ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഒന്നു മാത്രമാണ്: സമാധാനം വേണം. ഈ സമാധാനം എത്ര പണമുണ്ടായാലും കിട്ടത്തില്ല എന്നതൊരു നഗ്ന സത്യമല്ലേ? പണം കൊണ്ട് സമാധാനം കിട്ടുന്നുവെങ്കിൽ ലോകത്ത് ധനവാന്മാർ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഇവിടെ ധനവാന്മാരും ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ടും മനുഷ്യൻ പണം നേടാൻ എന്തു ചെയ്യാനും മടിയില്ലാത്തവരായി മാറുന്നു. ഇവിടെ മനുഷ്യൻ ചതിക്കപ്പെടുകയാണ്. ആരാണ് ചതിക്കുന്നത്? ഈ ലോകം മുഴുവൻ കയ്യടക്കി മാനവ കുലത്തെ മുഴുവൻ തങ്ങളോടൊപ്പം അഗാധ കൂപത്തിലേക്ക് ഇറക്കി ദൈവത്തോട് പ്രതികാരം ചെയ്യാൻ കച്ചകെട്ടെറിഞ്ഞ അന്ധകാര ശക്തികളാണ്. ഹൗവ പാമ്പിനാൽ ചതിക്കപ്പെട്ടതുപോലെ ഇന്നും ലോകത്തിൻ്റെ ഉന്മാദ ലഹരിക്ക് വിധേയരാക്കി സാത്താൻ മനുഷ്യരെ കെണിയിൽപ്പെടുത്തുന്നു. ഒരു എലി മരച്ചീനി കഷ്ണം കണ്ട് തിന്നാൻ കൊതിയൂറി കെണിയിൽപ്പെട്ടു പോകുന്നു. കെണിയിൽ പെട്ട് കഴിഞ്ഞാലോ എലിക്ക് പിന്നെ തിന്നാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങാനും ഉള്ള വ്യഗ്രതയാൽ നട്ടോട്ടമോടുന്നു. അതുപോലെയാണ് ലോകമോഹങ്ങളാകുന്ന മധുരിമകളെ നുണയുവാൻ കെണിയിൽപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥയും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, 1 യോഹന്നാൻ 3:15, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. മോഹിപ്പിക്കുന്ന കണ്ണിൻ്റെ കാഴ്ച, മത്സരബുദ്ധിയോടെ നാം നേടിയെടുക്കുന്ന ജീവനത്തിൻ്റെ പ്രതാപം, ജഡത്തിൻ്റെ വികാരങ്ങളെ ശമിപ്പിക്കാനുള്ള വാഞ്ച, ഇതെല്ലാം മായാക്കാഴ്ചകളാണ്. ഇതിൻ്റെ പുറകെ പോകുന്നവർക്ക് എന്തു ചെയ്യാനും ഒരു മടിയുമില്ല, ദൈവഭയമില്ല. പണ്ട് മാറുമറയ്ക്കാൻ സമരം ചെയ്ത കേരള സ്ത്രീകൾ മാറ് കാണിച്ച് ഇന്ന് പണം വാരുന്നു. പണ്ടുള്ള സ്ത്രീകൾ തങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പരമാവധി ശ്രമിച്ചു നടന്നിരുന്നു. ഇന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ കണ്ണുകൾ തങ്ങളുടെ ശരീര സൗന്ദര്യത്തിൽ മയങ്ങി വീഴാൻ കാണിക്കുന്ന ത്രസിപ്പിക്കുന്ന വസ്ത്രധാരണ രീതികളും മറ്റും സാത്താൻ്റെ അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. പ്രലോഭിപ്പിക്കുന്നത് ഗൗരവമായ പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്ന് വിവാഹമോചനങ്ങൾ അനവധി. ഒരു ഭാഗത്ത് കെട്ടുന്നു, മറുഭാഗത്ത് അഴിക്കുന്നു. കുഞ്ഞുങ്ങളിൽ അരക്ഷിതാവസ്ഥ ജനിപ്പിച്ച് അവരെയും ലോകത്തിൻ്റെ കരാളഹസ്തത്തിലേക്ക് വീഴ്ത്തുന്നു. പണ്ട് കുറ്റങ്ങളായിരുന്ന കാര്യങ്ങൾ ഇന്ന് ശരികളായി മാറിയിരിക്കുന്നു. പക്ഷേ ക്രിസ്തുവിനെ ഗുരുവാക്കിക്കൊണ്ട് നിങ്ങൾ ദൈവമക്കളായി മാറുക. ജീവനത്തിൻ്റെ അന്തസത്ത തിരിച്ചു പിടിക്കുക. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് ലോകം ക്രിസ്തുവിനൂടെ അറിയട്ടെ. റോമ 8:19 പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവശക്തി എന്തെന്ന് നമ്മിലൂടെ ലോകമറിയണം. വീണ്ടും ഉറപ്പിച്ചു തന്നെ പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അറിയുക. യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കും. മദ്യപാനത്തിൻ്റെയോ അല്ലെങ്കിൽ ലഹരി മരുന്നുകൾക്കോ അടിമപ്പെട്ട് ജീവിതം വിരൂപമായി മാറുമ്പോഴും രഹസ്യവും പരസ്യവുമായി പാപസ്വഭാവങ്ങളോട് പോരാടി തളർന്നിരിക്കുന്നവർക്കും സമാധാനം എന്തെന്നുപോലും അനുഭവിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ ഉഴറി നടന്ന് മുഖത്തെ സന്തോഷത്തിൻ്റെ മുഖശ്രീ അണിയാൻ ശ്രമിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ പുകയുന്ന നെരിപ്പോടിൻ്റെ നീറ്റൽ മറയ്ക്കാൻ വെമ്പൽ കൊള്ളുന്നവർക്കും ഒരു സുവാർത്തയുണ്ട്. വരൂ മക്കളെ, യേശു ക്രിസ്തുവിലേക്ക്.
അവിടുന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇതൊന്നും ഒരു വെറും വാക്കല്ല, ആളുകളെ സംഘടിപ്പിക്കാനുള്ള പ്രചരണവുമല്ല, മറിച്ച് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ പകർന്നു തരുന്ന ദിവ്യമായ ആനന്ദ ലഹരിയിലേക്കുള്ള ഒരു ക്ഷണമായി മാത്രം കൂട്ടുക. പലപ്പോഴും നാം അടിമത്വത്തിൻ്റെ ഇരുമ്പുഴിക്കുള്ളിൽ കിടക്കുമ്പോഴും മറ്റൊന്നിലേക്ക് ഒന്ന് എത്തിനോക്കാൻ പോലും കഴിയാതെ അന്ധതയുടെ തമസിൽ കിടക്കുന്നവരോടുള്ള സഹാനുഭൂതി മാത്രമാണ് ഈ ഒരു ക്ഷണം. അന്ധതമസിൽ കിടക്കുമ്പോൾ തങ്ങളുടെ ആത്മകണ്ണുകൾക്ക് ബാധിച്ച തിമിരം അവർ മനസ്സിലാക്കുകയില്ല. ആത്മനീറ്റലിനെ ശമിപ്പിക്കുവാനുള്ള മരുന്നുമായി കടന്നു വരുന്നവരോട് ശത്രുത്വൻ്റെ കൺമുനകളാൽ കുത്താൻ വരുന്നവരെ കാണുമ്പോൾ ഏറെ സങ്കടമുണ്ട്. നമുക്ക് കിട്ടുന്ന അറിവ് നമ്മിൽ വീണ ആ അടിമ ചങ്ങലയെ അഴിച്ചു മാറ്റുവാൻ ഉതകുന്നില്ലെങ്കിൽ ആ വേദാന്തം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പകരം മറ്റൊന്ന് പരീക്ഷിച്ചു നോക്കുവാനുള്ള ത്രാണിയെങ്കിലും ഉണ്ടാകാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യം എപ്പോഴും ഒന്ന് മാത്രമേ ഉള്ളൂ. സത്യദൈവത്തിലേക്കുള്ള വഴിയും ഒന്ന് മാത്രം തന്നെ. ആ വഴിയാണ് യേശു ക്രിസ്തു. ഇന്ന് ഭൂരിഭാഗം എന്നു തന്നെ പറയട്ടെ, ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ ദൈവമാരെന്നറിയില്ല. ഏകദൈവമാണ് ഉള്ളത് എന്ന് എല്ലാവരും പറയും. എന്നാൽ ആ ഏകനാർ? ആ ദൈവം ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു ശക്തിയാണോ, അതോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മരീചികയോ? എന്നാൽ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചവർ ഉറപ്പിച്ചും തറപ്പിച്ചും തന്നെ പറയും, അത് എൻ്റെ കർത്താവിൻ്റെ പിതാവാണ്. എല്ലാവർക്കും ഒരൊറ്റ പിതാവേ ഉള്ളൂ. ആ പിതാവിന് എന്തിനാണ് പേര്? അവിടുന്ന് എല്ലാവർക്കും പിതാവാണ്, ദൈവമാണ്. ആ ദൈവം അദൃശ്യനെങ്കിലും സ്നേഹവാനാണ്, നീതിമാനാണ്, സർവശക്തനാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഈ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കും കാണാൻ കഴിയില്ല. അടുത്തുകൂടാത്ത വെളിച്ചമാണ് ദൈവം. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നട്ടുച്ച സൂര്യനെ നമുക്ക് നോക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും? പക്ഷേ അനുഭവിക്കാൻ കഴിയും. അത് യേശു ക്രിസ്തുവിലൂടെ വളരെ എളുപ്പമായി. ഈ സാധ്യതകൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഒരു അപേക്ഷ കൂടി പറയാനുണ്ട്. ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല. ദൈവം ആത്മാവാണെന്ന് ബൈബിൾ പറയുന്നു. ആത്മാവിന് രൂപമില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട ശേഷം ചിലരുടെ അടുത്തേക്കൊക്കെ വന്നു എന്ന് പറഞ്ഞു, രൂപം കണ്ടു എന്നും പറഞ്ഞു. ആ രൂപം ഒരു നിഴൽ പോലെ എത്രേ. അതുപോലെ ദൈവത്തിന് രൂപം ഉണ്ടാകാം അല്ലേ? അറിയില്ല, കണ്ടിട്ടില്ല. യേശുക്രിസ്തു ദൈവത്തെ ഒരു വ്യക്തിബന്ധത്തിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 7:49 സ്വർഗം എനിക്ക് സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രമസ്ഥലം ഏത്? ഇതൊക്കെയും എൻ്റെ കയ്യല്ലോ ഉണ്ടാക്കിയത്. ഇത് വായിച്ചപ്പോൾ ഒരിക്കൽ എന്നിലെ ദൈവാത്മാവിൻ്റെ ആളത്വത്തോട് ചോദിച്ചു, മാഷേ, എനിക്കെങ്ങനെ ഇത് മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ അകത്തെ ആത്മസ്വരൂപൻ എന്നോട് പറഞ്ഞു, നോക്കൂ കുട്ടി, സൂര്യൻ ആകാശത്ത് നിൽക്കുന്നു, എന്നാൽ അതിൻ്റെ പ്രകാശം ഭൂമി മുഴുവനുമുണ്ട്. അതുപോലെ ദൈവം സ്വർഗത്തിലിരിക്കുന്നുവെങ്കിലും അവിടുത്തെ തേജസ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. എഫെസ്യർ 4:5 മുതൽ വായിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നു, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ നമുക്ക് ദൈവം എത്ര പേരുണ്ട്? ദൈവം ഏകനാണ്. എല്ലാവർക്കും കൂടി ഒരൊറ്റ ദൈവം. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ ഒരു ദൈവം മാത്രം. അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ലേ? അതെന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ദൈവപുത്രനാണെന്ന്. മാത്രമല്ല, നമ്മെയും ദൈവപുത്രീപുത്രന്മാരാക്കാൻ കൂടിയാണ് അവിടുന്ന് ഭൂമിയിലേക്ക് വന്നത്. ഉദാഹരണമായി, മെഴുകുതിരികൾ ഉണ്ടാക്കാൻ ആദ്യമേ ഒരു അച്ച് വേണം. അതുപ്രകാരം ദൈവമക്കളെ വാർത്തെടുക്കാൻ ദൈവമുണ്ടാക്കിയ ജീവനുള്ള അച്ചായി യേശുക്രിസ്തുവിനെ മുന്നമേ ജനിപ്പിച്ചു.
അവൻ്റെ പ്രാണനിൽ ദൈവവചനത്തിൻ്റെ മന്ത്രണം അലയടിച്ചിരുന്നു. ആ പ്രാണൻ മാനവൻ്റെ അകൃത്യയാഗമായി. ആരാണ് അവനെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത്, അവനിൽ ആ മന്ത്രണം ജീവാത്മാവായി മാറുന്നു. റോമ 8:29 പറയുന്നു, അവിടുന്ന് മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിനെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒത്തിരി സംശയങ്ങൾ എല്ലാവർക്കും ചോദിക്കാനുണ്ടാകും. അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും നന്ദി.